ശ്രദ്ധിക്കണം കേട്ടോ. സിനി ദൂതിന് ജിത്തു മാധവന്റെ ആവേശം ഒരു മികച്ച സിനിമാ അനുഭവമാണ് നൽകിയത്. ആവേശം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സിനിമ കണ്ടവർക്കും അതിന്റെ ട്രെയിലർ കണ്ടവർക്കും മനസ്സിലേക്ക് എത്തുക എടാ മോനെ എന്ന ഡയലോഗായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ശ്രദ്ധിക്കണം കേട്ടോ എന്നതാണ്. കാരണം ഓരോ പ്രാവശ്യവും ഈ ഡയലോഗ് പറയുമ്പോൾ അയാൾ അതിന് ഓരോ താളമാണ് നൽകിയിരിക്കുന്നത്. അഭിനയത്തിലുപരി ഡബ്ബിങ്ങിൽ ഫഹദ് അത്രയേറെ ശ്രദ്ധിച്ചിരിക്കുന്നു. അടി, ഇടി, ചിരി, കളർഫുൾ പാട്ടുകൾ, അങ്ങനെ ഒരു ഫെസ്റ്റിവൽ പടത്തിന് ആവശ്യമുള്ളതെല്ലാം ജിത്തു മാധവൻ ഒരുക്കിയ ഈ വിഭവത്തിൽ കൃത്യമായി ചേർത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഉത്സവ പറമ്പുകളിൽ വലിയ കെട്ടുരുപ്പടികളായ കാളകളെ ക്ഷേത്രത്തിൽ ആറാടിക്കാനായി ആളുകൾ ചുമന്നുകൊണ്ടുവരുമ്പോൾ അവിടെ മൈക്കുകളിലൂടെ പലപ്പോഴും അനൗൺസ് ചെയ്യാറുണ്ട്, ചുണക്കുട്ടന്മാരുടെ തോളിലേറി കൊമ്പൻ ദേ വരുന്നേ എന്ന്. അതേപോലെയാണ് ഫഹദിന്റെ തോളിലേറി ആവേശം തിയേറ്ററിൽ നിറഞ്ഞാടുന്നത്. സമീർ താഹിറിന്റെ ക്യാമറയ്ക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനെ നന്നായി പണിയെടുപ്പിച്ചിട്ടുണ്ട്. താഹിറിന്റെ ദൃശ്യങ്ങളെ എഡിറ്റർ വിവേക് ഹർഷൻ കൃത്യമായി വെട്ടിക്കൂട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂക്കുത്തിയിട്ട പഹയൻ സുഷിൻ ശ്യാം, അദ്ദേഹം തന്റെ പ്രതിഭയെ ഈ ചിത്രത്തിലൂടെയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. മലയാള സിനിമ നിരന്തരമായി വലിയ ഹിറ്റുകൾ ഉണ്ടാക്കുന്നു. 2024 100 കോടി ക്ലബ് എത്തുകയോ അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സിനിമകൾ എടുത്തു നോക്കിയാൽ സിനി ദൂതിന് മനസ്സിലായ ഒരു കാര്യം, ആ സിനിമകളൊന്നും കഥാപരമായി കേരളത്തിൽ നിൽക്കുന്നില്ല. പ്രേമല്ലു കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിൽ നിന്നും കൊടൈക്കനാലിലെ ഗുണ കേസിലാണ് പോയി വീണത്. പിന്നീട് വന്ന ആടുജീവിതം രാജ്യം തന്നെ വിട്ടുപോയി. 150 രൂപ കയ്യിലുള്ള ഏതൊരുത്തിനെയും തിയേറ്ററിൽ കയറ്റും എന്ന വാശിയോടെ ഇറങ്ങിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കുമാണ് ടിക്കറ്റ് എടുപ്പിച്ചത്. അതെ, പിള്ളേര് പുറത്തുപോയി കാശുണ്ടാക്കുകയാണ്. അപ്പോൾ ധൈര്യമായി ആവേശത്തിന് 150 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തോളൂ. 160 രൂപയുടെ എൻ്റർടൈൻമെൻറ്റ് ഉറപ്പാണ്. നന്ദി.